നിയമസഭാ തെരഞ്ഞെടുപ്പ് പരാജയത്തിൽ ആഞ്ഞടിച്ച് CPI കേന്ദ്ര സെക്രട്ടേറിയറ്റ് അംഗം പ്രകാശ് ബാബു. മുന്നണിയിൽ കൂടിയാലോചന ഇല്ലാതെ എടുത്ത സർക്കാർ തീരുമാനങ്ങൾ തിരിച്ചടിയായി. തിരുത്തേണ്ട കാര്യങ്ങൾ യഥാസമയം CPI ആർജവത്തോടെ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഖേദം തോന്നേണ്ട ആവശ്യം CPIക്കില്ലെന്നും പ്രകാശ് ബാബു. ഒരു പാർട്ടിയുടെ മാത്രം തീരുമാനം നടപ്പിലാക്കാൻ കഴിയുന്നതല്ല മുന്നണി ഗവൺമെൻറ്. അത് കറക്റ്റാണ്. ഒരു ഗവൺമെൻറ് ആകുമ്പോൾ ഗവൺമെൻറ് മെഷീനറിക്ക് അതിൻ്റേതായിട്ടുള്ള ചില നടപടിക്രമങ്ങളൊക്കെ പാലിക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ട് കേവലം ഒരു പാർട്ടിയുടെ എന്നാൽ അങ്ങനൊരു മുന്നണിയിൽ ഡിസ്കഷൻ നടത്തിയിട്ടാണോ പല തീരുമാനങ്ങളും എടുത്തതെന്നുള്ളത് ചർച്ച ചെയ്യേണ്ടുന്നതാണ്. അതാണ് തിരുത്തേണ്ടുന്നത്. മുന്നണിയിൽ വേണ്ടത്ര ചർച്ച ചെയ്യാതെ ഒരു തീരുമാനം എടുത്ത് എല്ലാവരെയും ബോധ്യപ്പെടുത്തുന്നതിന് മുമ്പ് പോയി ഒപ്പിട്ട് കൊടുത്തതാണ് PM ശ്രീയിലെ പ്രശ്നം. അത് ചെയ്യാൻ പാടില്ല. ഞങ്ങൾക്കത് ശക്തമായ അഭിപ്രായമുണ്ട് ഉണ്ടായിരുന്നു. ഞങ്ങളത് ബോധ്യപ്പെടുത്തുകയും ചെയ്തു. അതുകൊണ്ട് വേണ്ടത്ര ഡിസ്കഷൻ ഇല്ലാതെ ഏകപക്ഷീയമായി ചില ആളുകൾ തീരുമാനമെടുത്താൽ അതിൻ്റെ പ്രതികരണം ഉണ്ടാവും. അത് കണ്ടു, അത്രയേ ഉള്ളൂ. തൗഫീഖ് അസ്ലം വിശദാംശങ്ങൾ നൽകും. തൗഫീഖ്, പ്രകാശ് ബാബു മുമ്പും തുറന്നടിച്ചും തുറന്ന് വിമർശിച്ചും മുന്നോട്ട് പോയിരുന്ന ഒരാളായിരുന്നു. ഇടക്കാലത്ത് ബിനോയ് വിശ്വം സെക്രട്ടറി ആയതിന് പിന്നാലെ അദ്ദേഹത്തെ കാണാനില്ലായിരുന്നു. ഇപ്പോൾ അദ്ദേഹത്തിന് വീണ്ടും ഒരു അവസരം വരികയാണ്. കാരണം പാർട്ടി അല്ലെങ്കിൽ മുന്നണി വലിയൊരു തോൽവി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ പ്രകാശ് ബാബുവിന് എന്ത് പറയാനുണ്ട്? സൈഫുദ്ദീൻ, വലിയ വിമർശനങ്ങളാണ് പ്രകാശ് ബാബു ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് മുന്നണിയിൽ കൂടിയാലോചനകളില്ലാതെയാണ് പല തീരുമാനങ്ങളും എടുത്തിരുന്നത്. അത് വലിയ തിരിച്ചടിയായി എന്നുള്ളൊരു കാര്യമാണ് പ്രകാശ് ബാബു പറയുന്നത്. തോൽവിയുടെ കാരണങ്ങളിൽ ഒന്നിതാണ്. കാരണം പല തീരുമാനങ്ങളും എടുത്തിരുന്നു. PM ശ്രീ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ മുന്നണിയിൽ ആവശ്യമായിട്ടുള്ള ചർച്ചകൾ നടത്താതെയായിരുന്നു തീരുമാനങ്ങൾ എടുത്തത്. ഇത് വലിയ തിരിച്ചടിയായെന്നാണ് പ്രകാശ് ബാബു ഇപ്പോൾ പ്രതികരിക്കുന്നത്. തിരുത്തേണ്ട കാര്യങ്ങൾ യഥാസമയം CPI ആർജവത്തോടെ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. എന്നാൽ അതൊന്നും ചെവിക്കൊണ്ടില്ല. അത് വലിയ തിരിച്ചടിയായി മാറിയെന്ന് കൂടി അദ്ദേഹം പറയുന്നു. ഇപ്പോൾ ഖേദം തോന്നേണ്ടതിൻ്റെ ആവശ്യം CPIക്കില്ല എന്നുകൂടി പ്രകാശ് ബാബു തുറന്നടിക്കുന്നുണ്ട്. സ്ഥാനാർത്ഥി നിർണയ ഉത്തരവാദിത്തം സംസ്ഥാന നേതൃത്വത്തിന് അല്ല എന്നുള്ളൊരു കാര്യം കൂടി അദ്ദേഹം പറയുന്നുണ്ട്. വലിയ വിമർശനമാണ് CPMനെതിരെ പ്രകാശ് ബാബുവിൻ്റെ ഭാഗത്തുനിന്നുകൊണ്ട് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ജില്ലാ കമ്മിറ്റികൾ നൽകിയ പേര് അംഗീകരിക്കുക മാത്രമാണ് ആ നേതൃത്വം ചെയ്തത്. അതോടൊപ്പം തന്നെ ഈ പ്രതിപക്ഷ നേതൃമാറ്റം സന്തോഷ് കുമാർ MP ആവശ്യപ്പെട്ടതിനെക്കുറിച്ച് തനിക്കറിയില്ല എന്ന കാര്യം കൂടി അദ്ദേഹം പറയുന്നുണ്ട്. ഏത് സാഹചര്യത്തിലാണ് അത്തരമൊരു ആവശ്യം മുന്നോട്ട് വെച്ചത് എന്ന കാര്യത്തെക്കുറിച്ചൊരു വ്യക്തതയില്ല എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട്. രാവിലെ ഇതുമായി ബന്ധപ്പെട്ട് സന്തോഷ് കുമാറിനോട് ചോദിച്ചിരുന്നു. എന്നാൽ അത്തരം ആവശ്യങ്ങളൊന്നും താൻ ഉന്നയിച്ചിട്ടില്ല എന്നായിരുന്നു സന്തോഷ് കുമാർ അതിനോട് പ്രതികരിക്കുകയും ചെയ്തത്. ഇടത് നയത്തിൽ നിന്നും സർക്കാർ വ്യതിചലിച്ചു എന്നുള്ളൊരു കാര്യം കൂടി പ്രകാശ് ബാബു വിമർശനമായി ഉന്നയിക്കുന്നുണ്ട്. പല വിഷയങ്ങളും ഇടത് നിലപാടിനോട് ചേർന്ന തീരുമാനമല്ല സർക്കാരിൽ നിന്നും ഉണ്ടായത്. അത് ഈ PM ശ്രീയും അതോടൊപ്പം തന്നെ ആശാസമരവുമൊക്കെയായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലായിരുന്നു ആ പ്രതികരണം നടത്തിയിരുന്നത്. സർക്കാർ സംവിധാനത്തിന് പലപ്പോഴും തീരുമാനം വ്യത്യസ്തമായി എടുക്കേണ്ടി വരും എന്നുള്ളൊരു കാര്യം കൂടി പ്രകാശ് ബാബു ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഇടതുപക്ഷ മുന്നണിയാണ്. ആ മുന്നണിയിലെ വിശ്വാസത്തിൽ എടുക്കണം, അല്ലാതെ മുന്നണിയെ വിശ്വാസത്തിൽ എടുക്കാതെ CPMന് മാത്രം മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്നുകൂടി പ്രകാശ് ബാബു പറയുന്നുണ്ട്. പ്രതിപക്ഷത്ത് LDF എന്നും ശക്തമാണ്. അതിൽ കുറവൊന്നും സംഭവിക്കില്ല. CPMനെ വലിയ രീതിയിലുള്ള ഇനിയും മുന്നോട്ട് പോകേണ്ടതുണ്ട്. മുന്നണി ഒരുമിച്ച് മുന്നോട്ട് പോയാൽ മാത്രമേ വലിയ വിജയങ്ങൾ നേടാൻ സാധിക്കുകയുള്ളൂ എന്നുകൂടി പറയുന്നുണ്ട്. വലിയ വിമർശനമാണ് പ്രകാശ് ബാബുവിന്റെ ഭാഗത്തുകൊണ്ട് ഉണ്ടായിരിക്കുന്നത്. ഡൽഹിയിൽ CPIയുടെ ദേശീയ എക്സിക്യൂട്ടീവും അതോടൊപ്പം തന്നെ സെക്രട്ടേറിയറ്റ് യോഗവും ഡൽഹിയിൽ ആരംഭിച്ചിട്ടുണ്ട്. അതിന് മുമ്പായിട്ടായിരുന്നു ഈ ഒരു പ്രതികരണം ഉണ്ടായത്.